അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ നിങ്ങളോടൊരു സോറി പറയുകയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്ലോക്ക് ഫിഗറിൽ നിന്ന് ഫ്ലഷ് ഫിഗർ എങ്ങനെ കൺവേർട്ട് ചെയ്തെടുക്കാം എന്നുള്ളത്. പക്ഷെ ആ ഒരു വീഡിയോ ക്ലിയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ നോക്കുമ്പം അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേറൊരു ഫോണിൽ ചെക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് ഒട്ടും ക്ലാരിറ്റി ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ നമ്മുടെ ബ്ലോക്ക് ഫിഗർ അത്ര ഡാർക്കണായിട്ടല്ല വരച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് എറേസ് ചെയ്ത് കളയേണ്ട ഒന്നായിരുന്നു ആ ഒരു ബ്ലോക്ക് ഫിഗർ. അപ്പോൾ നമ്മൾ എറേസ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ ആ ഒരു മാർക്സും കാര്യങ്ങളൊന്നും കാണണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരുപാട് ഡാർക്കൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിലും നമ്മൾ വീഡിയോയിൽ കാണണം എന്നുള്ള രീതിയിൽ കുറച്ചൊന്ന് ഡാർക്കൺ ചെയ്തിട്ട് തന്നെയായിരുന്നു വരച്ചിരുന്നത്. പക്ഷേ എന്തോ നമ്മൾ വീഡിയോ ചെയ്തപ്പം അത് അത്ര ഡാർക്കണായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അത് ക്ലിയർ ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ആ ഒരു വീഡിയോ തന്നെയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഇന്ന് ബ്ലോക്ക് ഫിഗറിൽ നിന്ന് എങ്ങനെ ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിമം ഡാർക്കൺ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ബ്ലോക്ക് ഫിഗർ വരയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. നമ്മൾ എങ്ങനെയാണ് വരയ്ക്കുന്നത്, ബ്ലോക്ക് ഫിഗർ നമ്മൾ ജസ്റ്റ് പോയിന്റ് ചെയ്തിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സായിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ഫിഗറിനെ ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഓഫ് കോഴ്സ് നമുക്കൊരു ബ്ലോക്ക് ഫിഗർ ഫസ്റ്റ് വരയ്ക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സാധനങ്ങളൊന്നും എടുക്കുന്നില്ല. നമുക്ക് കുറച്ച് സാധനങ്ങൾ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് മാത്രം മതി ഇതിന്. ഞാനൊരു പെൻസിൽ എടുക്കുന്നുണ്ട്, അതുപോലെ ഒരു സ്കെയിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് ഒരു മെഷറിംഗ് ടാപ്പാണ്. മെഷറിംഗ് ടാപ്പ് ആവശ്യം ഇല്ല, കാരണം നമ്മൾ വലിയ സ്കെയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 30 സെൻറ്റിമീറ്ററിൻ്റെ സ്കെയിൽ ഉണ്ടല്ലോ, അതൊക്കെയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഉണ്ടാവും മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ, ഇഞ്ചസൊക്കെ മെഷർ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയുള്ള സ്കെയിലാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെഷറിംഗ് ടാപ്പിൻ്റെ ആവശ്യമില്ല, ആ ഒരു സ്കെയിൽ മാത്രം മതി. ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു ചെറിയ സ്കെയിലാണുള്ളത്, അതുകൊണ്ടാണ് ഞാനിവിടെ മെഷറിംഗ് ടാപ്പ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു എറൈസർ വേണം, പിന്നെ നമ്മുടെ ഡ്രോയിങ് ബുക്ക്. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലഷ് ഫിഗർ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ബ്ലോക്ക് ഫിഗറാണ് വരച്ചെടുക്കുന്നത്. പക്ഷെ നമ്മൾ ബ്ലോക്ക് ഫിഗർ വരച്ചെടുക്കുമ്പം അതിൽ നമ്മൾ ഓരോ ഹെഡ്സൊക്കെ മെഷർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് പോയിൻറ്റ്സ് മാത്രം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളൊരു ബ്ലോക്ക് ഫിഗർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ 10 ഇഞ്ചസ് ഇവിടെ മാർക്ക് ചെയ്യുകയാണ്. കാരണം നമ്മൾ 10 ഹെഡാണല്ലോ വരയ്ക്കുന്നത്. 10 ഇഞ്ചസ് ഇവിടെ പോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ 2 പോയിൻറ്റ്സും കൂടി ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ലൈനിനെ ഓരോ പോയിൻറ്റ്സ് ആക്കിയിട്ട്, അതായത് ഓരോ ഹെഡ് ഓരോ ഇഞ്ചസ് ആക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ലൈനായിട്ടൊന്നും നമ്മൾ വരയ്ക്കേണ്ട. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലോക്ക് ഫിഗർ വരയ്ക്കുന്ന വീഡിയോയിൽ നമ്മൾ ഓരോ ഹെഡായിട്ട് ഓരോ ലൈൻസ് ആയിട്ടാണല്ലോ വരച്ചിരുന്നത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട, ജസ്റ്റ് പോയിൻ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, നമ്മൾ ഓരോ ഹെഡും പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് വരയ്ക്കേണ്ടത് നമ്മുടെ ഹെഡ് പോർഷനാണ്. അപ്പോൾ ഹെഡ് പോർഷൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3/4 ഇഞ്ചാണ്. 2 സൈഡും കൂടി കൂടിയിട്ട് 3/4 ഇഞ്ചാണ് ഹെഡ് പോർഷൻ്റെ വിഡ്ത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് അത് 3/4 ഇഞ്ചിൻ്റെ പകുതി ഇങ്ങോട്ടും പകുതി ഇങ്ങോട്ടുമായിട്ട് വരയ്ക്കാം. ഓക്കെ, മുകളിൽ ഞാൻ പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ താഴെയും പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ ഹെഡ് പോർഷൻ വരയ്ക്കേണ്ട ആ ഒരു ബോക്സിന് വേണ്ടിയിട്ട് പോയിൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് അത്യാവശ്യം ഡാർക്കൺ ആയിട്ടാണ് വരയ്ക്കുന്നത്.
കാരണം നമുക്ക് വീഡിയോയിൽ കാണണമെങ്കിൽ കുറച്ചൊക്കെ ഒരു ഡാർക്കൺ ചെയ്ത് വരയ്ക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഡാർക്കണായിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പം ലൈറ്റായിട്ട് ചെയ്താൽ മതി, കാരണം നമ്മൾ ഇതൊക്കെ എറേസ് ചെയ്ത് കളയുന്നതാണ്. അപ്പോൾ ഓക്കെ, നമ്മൾ ഹെഡ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരയ്ക്കേണ്ടത് നെക്ക് പോർഷനാണ്. അപ്പോൾ നെക്കിന് വേണ്ടിയിട്ട് നമ്മൾ 4 ഇഞ്ചാണ് എടുത്തിരുന്നത്. നിങ്ങൾ ആ ഒരു ബ്ലോക്ക് ഫിഗർ വരച്ച ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനതിവിടെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കണ്ടു നോക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ നെക്കിന് വേണ്ടിയിട്ട് 4 ഇഞ്ച് പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വിഡ്ത്തായിട്ട് നമ്മൾ എടുക്കുന്നത് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ചും അതുപോലെ ഇവിടുന്ന് സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് 4 ഇഞ്ചും, 2 സൈഡിലോട്ടും 4 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇത് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ ഓക്കെ, നമ്മൾ നെക്ക് വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് വരയ്ക്കേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ ഈ ഒരു നെക്ക് വരച്ച് പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെ നിന്ന് ഒരു 4 ഇഞ്ച് താഴത്തോട്ടാണ് നമ്മൾ ഷോൾഡർ പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഷോൾഡറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ചാണ്. അതൊന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്കുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരയ്ക്കേണ്ടത് വേസ്റ്റ് ലെവലാണ്. വേസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ 3 ഹെഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് 1 ഹെഡാണ്, ഇത് 1 ഹെഡാണ്, ഇത് 2 ഹെഡ്, ഇത് 3 ഹെഡ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വേസ്റ്റ് ലെവൽ വരുന്നത്. അപ്പോൾ വേസ്റ്റ് ലെവലിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1/2 ഇഞ്ചാണ്. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അത് കാണാതെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ ബ്ലോക്ക് ഫിഗർ എങ്ങനെ ചെയ്യാം എന്നുള്ളത് പഠിക്കുക. അതിനുശേഷം മാത്രം ഈ ഒരു വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വേസ്റ്റ് ലെവൽ എടുക്കാം. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 1/2 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 1/2 ഇഞ്ച്, അങ്ങനെ ടോട്ടലി 1 ഇഞ്ചാണ് വേസ്റ്റ് ലെവൽ വരുന്നത്. ഇവിടുന്ന് പകുതി ഇങ്ങോട്ടേക്കും പകുതി ഇങ്ങോട്ടും, അങ്ങനെ ഹാഫ് ഇഞ്ച് വെച്ചിട്ടാണ് വേസ്റ്റ് ലെവൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡർ ആയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ വേസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഹിപ്പ് ലെവലാണ്. ഹിപ്പ് ലെവൽ നമുക്ക് വരുന്നത് 4 ഹെഡിലാണ് അല്ലേ. നിങ്ങൾ ആ ഒരു ബ്ലോക്ക് ഫിഗറിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ 4 ഹെഡിലാണ് ഹിപ്പ് ലെവൽ ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പ് ലെവൽ എന്ന് പറയുന്നത് 3/4 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ പോയിൻ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 3/4 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 3/4 ഇഞ്ച്. ഓക്കെ, നമ്മൾ പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ മാക്സിമം ഡാർക്കൺ ചെയ്തിട്ടാണ് കേട്ടോ ഇത് വരയ്ക്കുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ക്രോച്ച് ലെവലാണ്. അപ്പോൾ ക്രോച്ച് ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു 5 ഹെഡിൻ്റെ പകുതിയായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു 5 ഹെഡിൻ്റെ പകുതി കാണാം. ഓക്കെ, നമ്മൾ ഹാഫ് പോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് നമുക്ക് ഹിപ്പിലോട്ട് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ പോയിൻ്റ് ചെയ്ത ആ ഒരു പോയിൻ്റിൽ നിന്ന് ഹിപ്പിലോട്ട് നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് ചെയ്യേണ്ടത് നീ ലെവലാണ്. അപ്പോൾ നമ്മൾ നീ ലെവൽ യൂഷ്വലി വരയ്ക്കുന്നത് 7 ഹെഡിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം 7 ഹെഡ് ഏതാണെന്നുള്ളത്. ഓക്കെ, 1 2 3 4 5 6 7. ഓക്കെ, ഇതാണ് 7 ഹെഡ് വരുന്നത്. അപ്പോൾ ഈ ഒരു 7 ഹെഡിൻ്റെ, അതായത് ഇവിടുന്ന് ഇവിടം വരെയാണല്ലോ 7 ഹെഡ്. അപ്പോൾ ഈ ഒരു 7 ഹെഡിൻ്റെ പകുതിയാണ് നമ്മൾ നീ ലെവലായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പകുതി പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടുന്ന് ഹാഫ് ഇഞ്ച് ഇങ്ങോട്ടും അതുപോലെ ഹാഫ് ഇഞ്ച് ഇങ്ങോട്ടുമാണ് നമ്മൾ നീ ലെവലായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്കത് പോയിൻ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പോയിൻ്റ് ഹിപ്പുമായിട്ടൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ആംഗിൾ ലെവലാണ്. അപ്പോൾ ആംഗിൾ ലെവൽ എന്ന് പറയുന്നത് 9 ഹെഡിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾ ലെവൽ 4 ഇഞ്ച് വെച്ചിട്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഓക്കെ, നമ്മൾ ആംഗിൾ ലെവൽ പോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നീ ലെവലുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഫീറ്റ് വരയ്ക്കാനാണ്. അപ്പോൾ ഫീറ്റ് ഓഫ് കോഴ്സ് നമ്മൾ തീർച്ചയായിട്ടും 10 ഹെഡിലാണ്, ഏറ്റവും ലാസ്റ്റ് വരുന്ന ഹെഡിലാണ് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ ഫീറ്റ് ലെവൽ എന്ന് പറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അരയിഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും അരയിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ ഓക്കെ, നമ്മുടെ ബോഡി ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരയ്ക്കേണ്ടത് ഹാൻഡ്സ് ആണ്. അപ്പോൾ ഹാൻഡ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേസ്റ്റ് ലെവലിലോട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മൾ വേസ്റ്റ് ലെവലിലോട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഞാൻ വേസ്റ്റ് ലെവലിൽ ജസ്റ്റ് ഒന്ന് പോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് വരയ്ക്കുമ്പോഴും ഈസി ആയിട്ട് തന്നെ വരയ്ക്കാൻ പറ്റും. അപ്പം വേസ്റ്റ് ലെവലിലോട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 3/8 ആണ്. അപ്പോൾ 3/8 എങ്ങനെ കണ്ടുപിടിക്കാം എന്നൊക്കെ ഉള്ളത് ഞാൻ ആ ഒരു ബ്ലോക്ക് ഫിഗർ വരക്കുന്ന വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഓക്കെ, നമ്മൾ 3/8 പോയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിനെ നമ്മുടെ ബോഡി ആയിട്ട് ജോയിൻ ചെയ്യണം. അപ്പോൾ ബോഡി ആയിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്ലോക്ക് ഫിഗർ വരയ്ക്കുമ്പം ഒരു പോയിന്റ് മാർക്ക് ചെയ്യാറുണ്ടായിരുന്നു. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ 2 ഹെഡ് ഉണ്ടല്ലോ, നമ്മൾ ഷോൾഡർ ഒക്കെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞ ആ ഒരു 2 ഹെഡിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു 4 ഇഞ്ച് പോയിന്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മൾ ഹാൻഡൊക്കെ ബോഡി ആയിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോയിന്റ് ചെയ്യുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 2 സൈഡും നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിനെ നമ്മുടെ ബോഡി ആയിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വേസ്റ്റ് ലെവൽ വരെയാണല്ലോ ഹാൻഡ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് താഴേക്ക്, അതായത് നമ്മുടെ ക്രോച്ച് ലെവൽ വരെ, ഈ ഒരു പോയിന്റ് വരെ നമുക്ക് താഴത്തോട്ട് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമ്മുടെ ഈ ഹാൻഡ് നമ്മൾ നിർത്തിയ അവിടുന്ന് നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ വരുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 4 ഇഞ്ചാണ്. ഓക്കെ, ഞാൻ 4 ഇഞ്ച് പോയിന്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഹാൻഡ് നമ്മുടെ 5 ഹെഡിൽ എൻഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ 5 ഹെഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ ഹാൻഡ് എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ഹാൻഡ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡും വരയ്ക്കേണ്ടത്. നമ്മൾ വേസ്റ്റ് ലെവൽ വരെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള വിഡ്ത്ത് എന്ന് പറയുന്നത് 3/8 ആണ്. അപ്പോൾ 3/8 നമുക്ക് പോയിന്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിനെ നമ്മുടെ ബോഡി ആയിട്ട് നമ്മൾ നേരത്തെ പോയിന്റ് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, 2 ഹെഡിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഒരു 4 ഇഞ്ച് പോയിന്റ് ചെയ്തിട്ട് അത് നമ്മൾ പോയിന്റ് ചെയ്ത് കൊടുത്തിരുന്നല്ലോ, ആ ഒരു പോയിന്റിലോട്ട് നമുക്ക് ഈ ഒരു പോയിന്റിനെ ജോയിൻ ചെയ്തെടുക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹാൻഡ് നമ്മളിവിടെ വേസ്റ്റ് ലെവൽ വരെയാണല്ലോ സ്റ്റോപ്പ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് താഴോട്ടേക്ക് നമ്മുടെ ക്രോച്ച് ലെവൽ വരെ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഓക്കെ, നമ്മൾ ക്രോച്ച് ലെവൽ വരെ ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 4 ഇഞ്ച് പോയിന്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മൾ 4 ഇഞ്ച് പോയിന്റ് ചെയ്തെടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ, അതുമായിട്ടൊന്ന് ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ 5 ഹെഡിൽ വരെ നമ്മുടെ ഹാൻഡ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ ബ്ലോക്ക് ഫിഗറൂടെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബ്ലോക്ക് ഫിഗറിനെ നമ്മൾ ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മൾ വരച്ച ഈ ഒരു ബ്ലോക്ക് ഫിഗറിൻ്റെ ഈ ഒരു സെൻറ്റർ പോർഷൻ, അതുപോലെ ഈ ഒരു ഔട്ട്ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കളയാം. അത് നമുക്ക് കാണാൻ വേണം, എന്നാൽ അത് നമ്മുടെ ഈ ഒരു ഫ്ലഷ് ഫിഗറിനെ വൃത്തിയേടാക്കാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ടും എറൈസ് ആയി പോകരുത്. നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഫ്ലഷ് ഫിഗർ വരച്ചതിന് ശേഷം
കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് എറൈസ് ചെയ്ത് കളയാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മളിവിടെ എറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഡാർക്കണായിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എറൈസ് ചെയ്ത് കളയാന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക്കാണ് കേട്ടോ. ഓക്കെ ഓക്കെ, നമ്മൾ ഏകദേശം ഇവിടെ ജസ്റ്റ് ഒന്ന് എറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് തന്നെ, അതായത് നമ്മൾ ഈ ഒരു ബ്ലോക്ക് ഫിഗർ വരച്ചല്ലോ, ഈ ഒരു ബ്ലോക്ക് ഫിഗറിൽ നിന്ന് തന്നെ നമുക്കത് ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെഡ് എന്ന് തുടങ്ങാം. അപ്പോൾ ഹെഡ് നമ്മൾ ഫസ്റ്റ് ഒരു ബോക്സ് ആയിട്ടാണ് വരച്ചിരുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഒരു ഓവൽ ഷേപ്പ് വരുന്ന രീതിയിൽ നമുക്ക് ഹെഡ് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വരക്കുമ്പം നല്ല ഡാർക്കണായിട്ട് വരക്കാതിരിക്കുക. നമുക്ക് പിന്നീട് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എറൈസ് ചെയ്ത് കളയാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് വരക്കുമ്പം, അത് നമ്മൾ ഈ ഒരു ഇലിസ്ട്രേഷൻ എന്നല്ല, എന്തൊരു കാര്യം നിങ്ങൾ ഫസ്റ്റ് വരക്കുമ്പോഴും അത് ഫസ്റ്റ് ഒന്ന് ലൈറ്ററായിട്ട് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡാർക്കൺ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഓക്കെ, നമ്മൾ ഹെഡ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് നെക്കാണ്. അപ്പോൾ നെക്ക് നമ്മൾ ഈ ഒരു പോയിന്റ്, നമ്മൾ ഈ ഒരു ബോക്സ് പോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അതിന് ഉള്ളിലായിട്ട് ഒരു കേർവി ഷേപ്പിൽ ഇതുപോലെ വേണം നമ്മൾ വരച്ചു കൊടുക്കാനായിട്ട്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട് നെക്കും, അതുപോലെ നമ്മുടെ ഹെഡും നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ അത്യാവശ്യം ഡാർക്കണായിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഇല്ല. അപ്പം അതുകൊണ്ട് ഞാൻ അത്യാവശ്യം ഡാർക്കണായിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ നെക്കും ഹെഡും ഇവിടെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ ചെറിയൊരു കേർവി ആയിട്ട് ഉള്ളിലോട്ട് വരച്ചതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ നെക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കുന്നത്. ഒരുപാട് നമ്മൾ കേർവി ആയിട്ട് കൊടുക്കണ്ട, എന്നാലും കുറച്ചൊരു കേർവി ആയിട്ട് വേണം ഷോൾഡർ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഷോൾഡർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേസ്റ്റും ഹിപ്പും കൂടി നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു നേരായിട്ട് വരുന്ന ആ ഒരു പോർഷൻ്റെ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു കേർവി ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഹിപ്പിൻ്റെ അവിടെ നമുക്ക് ഒരു കേർവ്നെസ് കൊണ്ടുവരാം. അതുപോലെ തന്നെ നമ്മൾ നീ ലെവൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അവിടെയും ജസ്റ്റ് ഒരു കേർവി ആയിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ആങ്കിളിൻ്റെ അവിടെയും നമ്മൾ കേർവി ആയിട്ട് കൊടുക്കണം. നമുക്ക് ബ്ലോക്ക് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഫ്ലഷ് ഫിഗറിലോട്ട് അത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാത്ത കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ക്രോച്ച് ലെവലിൻ്റെ അവിടെ ഒരു കേർവി ആയിട്ട് വേണം താഴത്തോട്ട് കൊണ്ടുവരാൻ. ഓക്കെ, ഓക്കെ, അപ്പം നമ്മുടെ ലെഗ് ഏകദേശം കംപ്ലീറ്റ് ആയി വരികയാണ്. നീ ലെവലിൻ്റെ അവിടെ ഞാൻ ചെയ്യുന്നത് പോലെ ഒരു കേർവിനെസ് കൊണ്ടുവരാൻ നോക്കണം കേട്ടോ. ഒരുപാട് കേർവി ആയിട്ട് കൊടുക്കരുത്, ചെറിയ രീതിയിൽ. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മുടെ ബോഡി ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അല്ലേ. ഇനി നമുക്ക് നമ്മുടെ ഹാൻഡ് വരയ്ക്കാം. ഹാൻഡ് നമ്മൾ എൽബോ വരുന്ന ആ ഒരു ഭാഗത്ത് ഒരു കേർവിനെസ് കൊടുക്കുക. ഓക്കെ, അതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെയും ജസ്റ്റ് ഒരു കേർവിനെസ് കൊണ്ടുവരണം. നമുക്കൊരു ബ്ലോക്ക് ഫിഗർ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യാം കേട്ടോ. ജസ്റ്റ് ആ ഒരു പോയിന്റിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു കേവി ഷേപ്പൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും.
നമ്മളിവിടെ ഒരു ഹാൻഡ് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ ഹാൻഡും ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഫീറ്റ് വരച്ചു കൊടുക്കാം. ഫീറ്റ് ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രം കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്ലഷ് ഫിഗർ ഇവിടെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് ഫിഗറിൽ നമ്മൾ എറൈസ് ചെയ്ത് പോവാത്ത ആ ഒരു പോർഷൻസൊക്കെ ഒന്ന് എറൈസ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ അത്യാവശ്യം ഡാർക്കറായിട്ട് വരച്ചത് കൊണ്ട് തന്നെ ഇത് പോകുന്നില്ല. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പം ലൈറ്റ് ഷെയ്ഡിൽ വരയ്ക്കുക. ഫസ്റ്റ് ബ്ലോക്ക് ഫിഗർ നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം അതൊന്ന് ഫ്ലഷ് ഫിഗറിലോട്ട് കൺവേർട്ട് ചെയ്ത് ബാക്കിയുള്ളതൊക്കെ എറൈസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ഫ്ലഷ് ഫിഗർ നമ്മൾ എറേസ് ചെയ്തപ്പം പോയിട്ടുള്ള പ്ലേസസൊക്കെ ഒന്ന് ജസ്റ്റ് ഡാർക്കൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മളിവിടെ ഫ്ലഷ് ഫിഗർ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഫ്ലഷ് ഫിഗർ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഫസ്റ്റ് നിങ്ങൾക്ക് വരക്കുമ്പം ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അത്ര പെർഫെക്റ്റ് ആയിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ പിന്നീട് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വരക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഫ്ലഷ് ഫിഗർ എന്ന് പറയുന്നത്. നമുക്കിനിയുള്ള ഗാർമെൻറ്റ്സ് ഒക്കെ ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വരുന്നതാണ് ഈ ഒരു 10 ഹെഡ് ഫ്ലഷ് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും പഠിച്ചിരിക്കേണ്ട ഒന്നാണ്. നമ്മളിനി ഓരോ ഗാർമെൻറ്റ്സ്, കാഷ്വൽ വെയേഴ്സ്, പാർട്ടി വെയേഴ്സ്, അങ്ങനെ നമ്മൾ ഓരോ ഗാർമെൻറ്റ്സും ചെയ്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളതാണ് ഈ ഒരു ഫ്ലഷ് ഫിഗർ എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഓരോ ഫാബ്രിക്കിൻ്റെയും ടെക്സ്റ്റേഴ്സ്, ഡെനിം, അതുപോലെ നെറ്റ്, ജോർജറ്റ്, ഷിഫോണ്, അങ്ങനെ നമ്മൾ ഓരോ ടെക്സ്റ്റേഴ്സും, വെൽവെറ്റ്, അങ്ങനെ കുറേ ടെക്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഓരോന്നോരോന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു ഫ്ലഷ് ഫിഗർ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഫ്ലഷ് ഫിഗർ പഠിക്കാൻ നോക്കുക. അപ്പം എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അപ്പോൾ ഓക്കെ.
അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് തന്നെ ബ്ലോക്ക് ഫിഗറിനെ എങ്ങനെ ഫ്ലഷ് ഫിഗറിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളത് നോക്കി അല്ലേ. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. കാരണം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമുക്ക് ഏതൊരു സ്കില്ലും ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് പ്രാക്ടീസാണ്. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ ഒരു സ്കില്ല് അത്രയും നമുക്ക് ഇമ്പ്രൂവ് ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെ ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻറ്റ്സ് അത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.